സമാമ് ഇപ്രാവശ്യം പുതുതായിട്ട് നമ്മൾ കൃഷി നടത്തിയതാണ്. ടെസ്റ്റിന് വേണ്ടി ഉപയോഗപ്പെടുത്തലുണ്ട്. വ്യാപകമായ രീതിയിൽ സമാമ് കൃഷി ചെയ്ത് നോക്കുന്നത് ഫസ്റ്റാണ്. പല മേഖലകളിലും ഈ സമാമിൻ്റെ കൃഷി കാണാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. കർണാടകവും കഴിഞ്ഞ കൊല്ലം വരെ എനിക്ക് കിട്ടിയില്ല. ഈ കൊല്ലം സമാമ് കർണാടകത്തിൽ എത്തിയിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിലാണ് സമാമിൻ്റെ തോട്ടം എനിക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ ഇയാൾ വിദേശിയായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ നമ്മൾ കിസാനെ വിളിച്ച് ഈ സംഭവം ഇങ്ങനെ വിത്തുണ്ടെന്നും നിങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തണമെന്നും പറഞ്ഞ് അവർ ഏജൻസിനെ വിളിച്ച് സമാമിൻ്റെ വിത്ത് എനിക്ക് എത്തിച്ചു തന്നതാണ്. അപ്പോൾ ഇത് വെള്ളേരിൻ്റെ അതേ മെത്തേഡാണ് ഇതിൻ്റെ കൃഷി രീതി. മണലുള്ള മണ്ണും നല്ല ചൂടുള്ള പ്രദേശവും അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല യോഗ്യമായ സ്ഥലം. മണലുള്ള മണ്ണായിരിക്കണം, അതേമാതിരി തന്നെ ചൂടുള്ള പ്രദേശങ്ങളായിരിക്കണം. പിന്നീട് നിൽക്കുകയാണെങ്കിൽ കൃഷി ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വ്യാപകമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യേണ്ട. പുഴുക്കളെ ശല്യം ഭയങ്കരമായിരിക്കും. ആ പുഴുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടി മൾച്ചി കൂളിംഗ് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. അത് ഇല്ലെങ്കിൽ പുല്ലിൽ മാത്രമാകുമ്പോൾ അതേമാതിരി തന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അടിഭാഗത്ത് ഇതേമാതിരി ഒരു വരപ്പൊട്ട് വരും. അത് ഒരു പ്രശ്നമാണ്. നല്ല ഉൽപ്പാദനമായിട്ടാണ് കാണുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ കൊണ്ടുപോയിട്ട് ജ്യൂസ് അടിച്ചു ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ സമാമിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരുന്നുണ്ട്. അതേമാതിരി തന്നെ ഈ വേരിന് ശക്തി വരുന്ന ഉമിക്ക് പോലുള്ളത് വളരെ നൈസായിട്ട് ഓവറായിട്ട് ചെയ്യരുത്. 200 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ലിറ്റർ ഉമിക്ക് ചേർത്തിട്ട് ഒരു 100 ml എടുത്തിട്ട് ഒരു മൂടിൽ ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. അത്രക്കും എന്ന് വെച്ചാൽ അത് കീടനാശിനിയല്ല, രാസവളമല്ല, ഒന്നുമല്ല. ഈ വേരിന് ശക്തി കൊടുക്കുന്ന ഒരു പ്രോട്ടീൻ മേഖലയിലുള്ള സാധനമാണ്. അത് ഉപയോഗപ്പെടുത്തുക. അതേമാതിരി തന്നെ 3-19 എന്ന് വെച്ചാൽ 19-19-19 എന്ന് പറയുന്ന രാസവളം 1 കിലോ എടുത്തിട്ട് 2 കിലോ എടുത്തിട്ട് 200 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഒരു 100 മില്ലി അത് ചെയ്താൽ മതി. രണ്ടും കൂടി ഒന്നിച്ച് യോജിച്ച് ചെയ്യുകയാണെങ്കിലും 100 മില്ലി എടുത്തിട്ട് അത് ഇതിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഓവറായിട്ട് രാസവളം കൊടുക്കേണ്ട, ഓവറായിട്ട് മറ്റുള്ള ക്രിയകളൊന്നും ചെയ്യേണ്ട. അടിവളങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ചാണകപ്പൊടി, അതേമാതിരി തന്നെ കോഴിവളം, ഇതൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നല്ല രീതിയിലുള്ള പ്രൊഡക്ഷനാണ്, നല്ല രീതിയിലുള്ള ഉൽപ്പാദനമായിട്ട് വരും. ഇത് കേരളം ഏറ്റെടുക്കും. ഇത് നല്ല ഒരു ഉൽപ്പാദനമാണ് എന്നുള്ളത് തന്നെയാണ്. 10 കൊല്ലം മുമ്പ് ഞാൻ വത്തക്ക കൃഷി ഉണ്ടാക്കുന്ന സമയത്തും ഈ മീഡിയൻ്റെ മുന്നിൽ പറഞ്ഞതാണ്, ഈ വത്തക്ക കൃഷി ലാഭകരമാണ്, കേരളം ഏറ്റെടുക്കും തന്നെയാണ്. ഇത് 2 കൊല്ലം കൊണ്ട് കേരളം ഏറ്റെടുക്കും. വളരെ ലളിതമായി കൃഷി ചെയ്യാൻ കഴിയുന്നതാണ്. യാതൊരുവിധ പ്രയാസപ്പെട്ട യാതൊരു സംഗതി ഇതിന് ഉപയോഗപ്പെടുത്തേണ്ട. Kadodi Gold and Diamonds, Mavur, Puvattuparambு. Invest your sleep on right mattress. Forwish mattress for healthy sleep.